ലീപ് ഫിറ്റ്നസ് ടിപ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 4 ഫിസിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷ എഴുതുന്നവർക്ക് മുൻകാല ചോദ്യപേപ്പർ വിശകലനത്തിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിലുള്ളത്. അതുപോലെ തന്നെ ഈ വീഡിയോ PSC പരീക്ഷ എഴുതുന്നവർക്ക് സ്പോർട്സ് നോളജ് കിട്ടുന്നതിന് വേണ്ടി വളരെ ഉപകാരപ്രദമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് 2 ജില്ലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 388/2020 എന്ന കാറ്റഗറി നമ്പറിൽ PSC പരീക്ഷ വിളിച്ചിട്ടുണ്ട്. പാലക്കാടും മലപ്പുറവുമാണ് വിളിച്ചിരിക്കുന്നത്. പാലക്കാട് 7 വേക്കൻസി, മലപ്പുറത്ത് 10 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷനായി കേട്ടറ്റ് പരീക്ഷ പാസ്സാകണം. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് വേണ്ടും തയ്യാറാകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എ വാമപ്പ് മേ വാമിംഗ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ്: ഡിക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് കുറയ്ക്കുന്നു. ഓപ്ഷൻ ബി, ഇൻക്രീസ് മസിൽ ടെമ്പറേച്ചർ പേശി താപനില വർദ്ധിക്കുന്നു. ഓപ്ഷൻ സി, ഇൻക്രീസ് ടിഷ്യൂ റെസിസ്റ്റൻസ് കോശത്തിൻ്റെ പ്രതിരോധക്ഷമത കൂടുന്നു. ഓപ്ഷൻ ഡി, റെഡ്യൂസ് ബ്ലഡ് ഫ്ലോ രക്ത ഓട്ടം കുറയ്ക്കുന്നു. നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീര താപനില ഉയർത്തുകയും പേശികളിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസ് മസിൽ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ഇൻക്രീസ് ഇൻ ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഓൾ ദി ഫോളോയിങ് എക്സെപ്റ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഹൃദ്രോഗത്തിന് കാരണമല്ലാത്തത്? ഓപ്ഷൻസ്: എ, ബ്ലഡ് പ്രഷർ, ബി, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, സി, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഡി, സെറം കൊളസ്ട്രോൾ. ആദ്യം നമുക്ക് ഹൃദ്രോഗത്തിന് കാരണമാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഹൈ ബ്ലഡ് പ്രഷർ, 2, ഹൈ കൊളസ്ട്രോൾ, 3, സ്മോക്കിംഗ്, പിന്നെ ഫാമിലി ഹിസ്റ്ററി. ഓപ്ഷൻസ് നമ്മൾ കണ്ടു, അതൊന്ന് നമുക്ക് വിശദീകരിക്കാം. ഓപ്ഷൻ എ, ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷർ ഒരു കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓപ്ഷൻ ബി, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഹൈ കൊളസ്ട്രോൾ ഒരു കാരണമാണെന്ന് നമ്മൾ മുന്നേ സൂചിപ്പിച്ചിരുന്നു. 2 തരം കൊളസ്ട്രോളാണ് ഉള്ളത്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും. ഇതിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഗുഡ് കൊളസ്ട്രോളായും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ബാഡ് കൊളസ്ട്രോളായും കണക്കാക്കുന്നു. ഓപ്ഷൻ ഡി, സെറം കൊളസ്ട്രോൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ബ്ലഡിൽ സർട്ടൻ എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അളവാണ് സെറം കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത്. അതിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് വിശ്വവിദ്യാലയ വാസ് പോപ്പുലർ ഫോർ ആർച്ചറി ട്രെയിനിങ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ? അമ്പെയ്ത്ത് പരിശീലനത്തിൽ പ്രശസ്തമായ പുരാതന ഇന്ത്യൻ സർവകലാശാല ഏത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ, മഗധ, ബി, നളന്ദ, സി, ശാന്തിനികേതൻ, ഡി, തക്ഷശില. ഇതെല്ലാം തന്നെ പോപ്പുലറായിട്ടുള്ള ഇന്ത്യൻ സർവകലാശാലകളാണ്. ഇതിനകത്തെ ഓപ്ഷൻസ് ആൻസർ ഓപ്ഷൻ ഡി, തക്ഷശില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഡ്യൂറിങ് സ്ട്രെയിനസ് ഫിസിക്കൽ ആക്ടിവിറ്റി കോസസ് ദ ലോസ് ഓഫ്. തീവ്രമായ കായിക പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ വിയർപ്പ് ഉണ്ടാകുന്നത് മൂലം ശരീരത്തിൽ നിന്നും എന്താണ് നഷ്ടമാകുന്നത്? ഓപ്ഷൻസ്: എ, കാൽസ്യം, ബി, ഗ്ലൈക്കോജൻ, സി, സോഡിയം ക്ലോറൈഡ്, ഡി, പൊട്ടാസ്യം. ഓപ്ഷൻസ് ഒന്ന് വിശദീകരിക്കാം. എ, കാൽസ്യം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ കാൽസ്യം ആവശ്യമാണ്. ബി, ഗ്ലൈക്കോജൻ. തീവ്രത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി 70% കൂടുതലുള്ള വ്യായാമങ്ങൾക്ക് പ്രധാന എനർജി സോഴ്സാണ് ഗ്ലൈക്കോജൻ. ആക്റ്റീവ് മസിൽസിൽ ഗ്ലൈക്കോജൻ്റെ അളവ് കുറയുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നു. സോഡിയം ക്ലോറൈഡ്. ഇത് പേശികളുടെ സങ്കോചം, നാഡികളുടെ പ്രവർത്തനം, രക്തത്തിൻ്റെ അളവ് എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ ഫ്ലൂയിഡ് ലെവൽസ് റെഗുലേറ്റ് ചെയ്യുന്നു. പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ വിയർക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം. നമ്മുടെ ശരീരം നല്ല അവസ്ഥയിൽ നിലനിർത്തുന്നതിനും വ്യക്തിപരമായ ശാരീരിക ക്ഷമത കൈവരിക്കുന്നതിനും പൊട്ടാസ്യം സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക് ഫ്ലാഗ് കൺസിസ്റ്റ് ഓഫ്. ഒളിമ്പിക് പതാകയിൽ ഉള്ളത്. ഓപ്ഷൻസ്: എ ഗ്രേ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ബ്ലാക്ക് ബോർഡർ ആൻഡ് ഒളിമ്പിക് സിമ്പിൾ ഇൻ ദി സെൻറ്റർ. ബി യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വിത്ത് നോ ബോർഡർ ആൻഡ് ഒളിമ്പിക് സിമ്പിൾ അറ്റ് റൈറ്റ് കോർണർ. സി white background with black border and Olympic symbol at center. D white background with no border and Olympic symbol in the center. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിങ് ദി കോഡ് ഗിവൺ ബിലോ. താഴെ പറയുന്ന കോഡ് ഉപയോഗിച്ച് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ചേരുംപടി ചേർക്കുക. ലിസ്റ്റ് 1 ഞാൻ വായിക്കാം. എ ആക്സോൺ, ബി അനറോബിക്, സി എക്സിറ്റേഷൻ, ഡി ലിവർ. ആക്സോൺ, നെർവ് ഫൈബർ. ഓപ്ഷൻ ബി അനറോബിക്, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. സി എക്സിറ്റേഷൻ, റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ഡി ലിവർ, ബൈൽ. നമുക്കിതൊന്ന് വിശദീകരിക്കാം. ആക്സോൺ നമ്മുടെ തലച്ചോറിലെ ഓരോ ന്യൂറോണും സെല്ലിൻ്റെ പ്രധാന ഭാഗത്തുനിന്ന് പാമ്പുകളെ പോലെ അകലെ ഒരു നീണ്ട കേബിളുണ്ട്. മനുഷ്യൻ്റെ തലമുടിയേക്കാൾ പല മടങ്ങ് കനം കുറഞ്ഞ ഈ കേബിളിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. അനറോബിക് മീൻസ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആക്ടിവിറ്റികൾ എല്ലാം തന്നെ അനറോബിക് ഗണത്തിൽ ആണ്. എക്സിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തതായി സ്വീകരിക്കുന്ന നാഡീ സെല്ലുകളെ ഉത്തേജിപ്പിക്കുന്നതിനായി നാഡീകോശങ്ങൾ അവരുടെ പ്രീ സൈനാപ്റ്റിക് ടെർമിനുകൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഇത്. ലിവർ ബ്ലഡിലെ കെമിക്കൽ ലെവൽസ് റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ലിവറിലെ വേസ്റ്റ് പ്രോഡക്റ്റ് ക്യാരി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ജാവലിൻ ഫോർ മെൻ ആൻഡ് വുമൻ റെസ്പെക്റ്റീവ്ലി? പുരുഷ വിഭാഗം ജാവലിൻ്റെയും വനിതാ വിഭാഗം ജാവലിൻ്റെയും ഭാരം യഥാക്രമം. ഓപ്ഷൻസ്: എ 400 ഗ്രാം ആൻഡ് 300 ഗ്രാംസ്, ബി 600 ഗ്രാം ആൻഡ് 400 ഗ്രാം, സി 800 ഗ്രാം ആൻഡ് 600 ഗ്രാംസ്, ഡി 1000 ഗ്രാംസ് ആൻഡ് 800 ഗ്രാംസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി 800 ഗ്രാം ആൻഡ് 600 ഗ്രാംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി മാക്സിമൽ amount of force one can generate during a specific movement pattern at a specified velocity of contraction is. നിശ്ചിത വേഗവും പ്രത്യേക ചലനക്രമത്തിനുള്ള പേശി സങ്കോചത്തോടെ ഒരാൾക്ക് പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബലം. എ ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ശരീരഘടന. മസിൽ എൻഡ്യൂറൻസ് മസിൽസിന് കൂടുതൽ നേരം പ്രവർത്തിക്കാനുള്ള കഴിവാണിത്. സി മസിൽ പവർ മാക്സിമം എമൗണ്ട് ഓഫ് ഫോഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് മസിൽ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി മസിൽ സ്ട്രെങ്ത് ദി എമൗണ്ട് ഓഫ് വെയ്റ്റ് യു ക്യാൻ ലിഫ്റ്റ് നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്ന ഭാരം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി മസിൽ പവറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലോ ഓഫ് ലേണിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രിപ്പയർനെസ് മേക്സ് വൺ ലേൺ മോർ ക്വിക്ക്ലി? മുൻകൂട്ടി തയ്യാറാക്കൽ പഠനത്തെ വേഗത്തിലാക്കുമെന്നത് ഏത് പഠന നിയമമാണ്? ഓപ്ഷൻസ്: എ ലോ ഓഫ് എക്സസൈസ്, ബി ലോ ഓഫ് ഫ്രീക്വൻസി, സി ലോ ഓഫ് റെഡ്നെസ്, ഡി ലോ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ലോ ഓഫ് റെഡ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടോജനിക് ട്രെയിനിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ. ഓട്ടോജനിക് എന്ന പരിശീലന രീതി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: എ എൻഹാൻസിങ് ആങ്സൈറ്റി ലെവൽ ഉത്കണ്ഠ ഉയർത്തുന്നതിന്, ബി ലെസണിങ് അഗ്രിഗേഷൻ ലെവൽ അക്രമാസക്തി കുറയ്ക്കാൻ, സി റിലാക്സേഷൻ വിശ്രമിക്കൽ, ഡി സെൽഫ് അസേർഷൻ സ്വയാഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, റിലാക്സേഷൻ അല്ലെങ്കിൽ വിശ്രമിക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം നമ്പർ ഓഫ് പ്ലെയേഴ്സ് ടു സ്റ്റാർട്ട് എ മാച്ച് ഇൻ ഫുട്ബോൾ. ഒരു ഫുട്ബോൾ മത്സരം തുടങ്ങുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ കളിക്കാരുടെ എണ്ണം. ഓപ്ഷൻസ്: എ
6, ബി 7, സി 10, ഡി 11. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 7 കളിക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇൻവോൾവ്സ് പ്ലാനിങ് ഇൻ അഡ്വാൻസ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി ഇയർ. വാർഷിക വരവും ചെലവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത്. ഓപ്ഷൻസ്: എ ബുള്ളറ്റിൻസ്, ബി ബഡ്ജറ്റ്, സി ന്യൂസ് ലെറ്റർ, ഡി റിപ്പോർട്ട്. ഇവിടെ ആൻസർ ഡയറക്റ്റ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻസ് ബി ബഡ്ജറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈൻ ഈസ് റിലേറ്റഡ് ടു കബഡി? കബഡി എന്ന കളിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻസ്: എ അറ്റാക്ക് ലൈൻ. അറ്റാക്ക് ലൈൻ വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. ബി ബൾക്ക് ലൈൻ റിലേറ്റഡ് ടു കബഡി. സി പെനാൽറ്റി ലൈൻ റിലേറ്റഡ് ടു ഹോക്കി. സർവീസ് ലൈൻ റിലേറ്റഡ് ടു വോളിബോൾ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ബൾക്ക് ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ ഹോക്കി മാച്ച്, ഇഫ് ദ ബോൾ ഈസ് സ്റ്റക്ക് ഇൻ ദി ഗോൾ കീപ്പേഴ്സ് പാഡ്, ദെൻ ഗെയിം ഈസ് റീസ്റ്റാർട്ടഡ് ബൈ. ഹോക്കി മത്സരം നടക്കുമ്പോൾ ഗോൾ കീപ്പറുടെ പാഡിൽ ബോൾ കുരുങ്ങിയാൽ കളി എങ്ങനെ പുനരാരംഭിക്കും? ഓപ്ഷൻസ്: എ ബൈ ബുള്ളി, ബി ഹിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഡി, സി ഹുക്ക് ഷോട്ട്, ഡി പെനാൽറ്റി കോർണർ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെനാൽറ്റി കോർണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രൈറ്റീരിയ ഇൻ ദി സെലക്ഷൻ ഓഫ് എ ടെസ്റ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഒരു ടെസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് നിദാനമല്ലാത്തത് ഘടകമേത്? ഓപ്ഷൻസ്: എ നോംസ്, ബി റിലയബിലിറ്റി, സി സബ്ജക്റ്റിവിറ്റി, ഡി വാലിഡിറ്റി. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, സബ്ജക്റ്റിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ സ്റ്റാൻഡേർഡ് വോളിബോൾ കോർട്ട് ഈസ്. വോളിബോൾ കോർട്ടിൻ്റെ നീളവും വീതിയും. ഓപ്ഷൻസ്: എ ലെങ്ത് 18 മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 9 മീറ്റേഴ്സ്, ബി ലെങ്ത് 20 മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 10 മീറ്റേഴ്സ്, സി ലെങ്ത് 22 മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 11 മീറ്റേഴ്സ്, ഡി ലെങ്ത് 24 മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 12 മീറ്റേഴ്സ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലെങ്ത് 80 മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 9 മീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി മെത്തേഡ് ഓഫ് ടീച്ചിങ് വെയർ സ്റ്റുഡൻസ് സ്റ്റഡി ദി സബ്ജക്റ്റ് ദംസെൽവ്സ് ആൻഡ് ഫൈൻഡ് ആൻസർ ഈസ് കോൾഡ്. വിദ്യാർത്ഥികൾ സ്വന്തമായി ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഉത്തരം കണ്ടെത്തുന്ന രീതി. ഓപ്ഷൻസ്: എ ഡിസ്കഷൻ മെത്തേഡ്, ബി ലെക്ചർ മെത്തേഡ്, സി പ്രോജക്റ്റ് മെത്തേഡ്, ഡി ഓൾ മെത്തേഡ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോജക്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി ലെസൺ പ്ലാനിംഗ് പ്രോസസ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് വോണ്ട് ബി കൺസിഡേർഡ്? ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് പരിഗണിക്കാത്തത്? ഓപ്ഷൻസ്: എ ഏജ് ഓഫ് ദി സ്റ്റുഡൻസ്, വിദ്യാർത്ഥിയുടെ പ്രായം, ബി എക്സ്പീരിയൻസ് ഓഫ് ദി ടീച്ചർ, അധ്യാപകൻ്റെ പ്രവൃത്തി പരിചയം, സി സ്കിൽ ഓഫ് ദി സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ നൈപുണി, ഡി സ്റ്റുഡൻറ് സ്ട്രെങ്ത്, വിദ്യാർത്ഥികളുടെ എണ്ണം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്പീരിയൻസ് ഓഫ് ദി ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി വിഡ്ത്ത് ഓഫ് ദി ഗോൾ പോസ്റ്റ് ഇൻ ഫുട്ബോൾ ഈസ്. ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ വീതി എത്ര? ഓപ്ഷൻസ്: 7.30 മീറ്റർ, ബി 7.31 മീറ്റർ, സി 7.32 മീറ്റർ, ഡി 7.34 മീറ്റർ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 7.32 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലോയിങ് ദ ബോഡി ടു റെസ്റ്റ് ആഫ്റ്റർ എ വർക്കൗട്ട് റിഫേഴ്സ് ടു വിച്ച് ഫിറ്റ്നസ് പ്രിൻസിപ്പിൾസ്? ഒരു കഠിന പ്രവൃത്തി ചെയ്തതിന് ശേഷം ശരീരത്തിന് വിശ്രമം നൽകുന്നത് ഏത് പരിശീലന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻസ്: എ ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ, ബി ഓവർലോഡ് പ്രിൻസിപ്പിൾ, സി റിക്കവറി, ഡി സ്പെസിഫിസിറ്റി. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, റിക്കവറി തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.